A very good morning to everyone. I welcome you all for today's session. In today's session, we are going to revise the chapter Unit 4 as we have done with that. Okay, so in Unit 4, as you know, we have one poem and one lesson. Poem is titled as Rain and the lesson is titled as Storm in the Garden. So in today's session, I'm going to revise the meanings, make sentences and answer the following of both the chapters. So you please watch this session and please by heart the portions what I have sent. Then in the next class you will be having a unit test. First unit test will be on the poem and the next unit test will be on the lesson. So let's get started. I hope you all have completed your English note and the text. If you haven't done, please do it after watching this session. Okay, now let's get started. So first let's start with our poem which is titled as Rain. So from Rain you have to by heart the first 4 lines. Let me recite the poem first. Okay, the poem is titled as Rain. The rain is raining all around. The rain is raining all around. It falls on field and river. It rains on the umbrellas here. It rains on the umbrellas here and on the ships at sea. So by heart this poem including spellings. Okay, by heart the spellings of raining, field, river, umbrellas. These are some of the difficult words. So by heart the spellings also. Okay. Now we can move on to the make sentences. Okay. So I have given 3 words to make sentences. This is 3 words ആണ് തന്നിരിക്കുന്നത്. ആ വേർഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ സെൻറ്റൻസ് മേക്ക് ചെയ്യണം. So what's the sentence? First one, field. ഫീൽഡ് എന്ന് പറഞ്ഞാൽ മിസ് പറഞ്ഞു കൃഷി ചെയ്യുന്ന സ്ഥലം. ഫീൽഡ്. വി വെയർ വാക്കിംഗ് ഇൻ ദ ഫീൽഡ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് സെൻറ്റൻസ് വേണമെങ്കിലും മേക്ക് ചെയ്യാം വിത്തൗട്ട് മേക്കിംഗ് എനി ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക്. ഏത് മിസ് ഈ യൂസ് ചെയ്തിരിക്കുന്ന സെൻറ്റൻസ് മാത്രമല്ലാണ് നിങ്ങൾക്ക് ഏത് സെൻറ്റൻസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. So the first sentence is we were walking in the field. Okay. Second one, umbrella. Umbrella, you know what is umbrella is. So my umbrella is red in color. My umbrella is red in color. Third one, ships. The travel cost of ship is very expensive. The travel cost of ship is very expensive. അതായത് ട്രാവൽ കോസ്റ്റ് ഓഫ് ഷിപ്പ്, നമ്മൾ ഷിപ്പിൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ്, അതിൻ്റെ വില ഒരുപാട് എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസീവ് എന്ന് വെച്ചാൽ ഒരുപാട് റേറ്റ് കൂടുതലാണെന്നൊക്കെ പറയില്ലേ, വില കൂടുതലാണ്. നമ്മൾ ബസ്സിലും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ക്യാഷ് കൂടുതലായിട്ട് ചിലവാകും എന്തിൽ പോകുമ്പോൾ? ഷിപ്പ്. അതാണ് ഈ എക്സ്പെൻസീവിൻ്റെ മീനിങ്. എക്സ്പെൻസീവ് വേറെ സെൻറ്റൻസ് യൂസ് ചെയ്യാം നിങ്ങൾക്ക്. ഇത് കൂടാതെ മിസ് ആ എക്സ്പെൻസിൻ്റെ വേർഡാണ് മീനിങ് ആണ് മിസ് കൂടുതൽ പറഞ്ഞത്. എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലോ, അതുകൊണ്ട് എക്സ്പെൻസീവിൻ്റെ മീനിങ് ആണ് മിസ് പറഞ്ഞത്. നിങ്ങൾക്ക് എങ്ങനെയും പറയാം, അതായത് മൈ ഡ്രസ്സ് ഇസ് വെരി എക്സ്പെൻസീവ്, എൻ്റെ ഡ്രസ്സ് ഒരുപാട് വില കൂടുതലുള്ളതാണ്. അല്ലെങ്കിൽ മൈ ടോയ് ഇസ് വെരി എക്സ്പെൻസീവ്. അപ്പോൾ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് ആണ് എന്ത്? ഒരുപാട് വില കൂടിയ സാധനത്തിനാണ് നമ്മൾ എക്സ്പെൻസീവ് എന്ന് പറയാം. ഓക്കെ, പക്ഷേ ഇവിടെ എക്സ്പെൻസീവ് വെച്ചിട്ടല്ല നിങ്ങൾ സെൻറ്റൻസ് മേക്ക് ചെയ്യേണ്ടത്, ഷിപ്സ് എന്നുള്ള വേർഡാണ് കേട്ടോ. ബട്ട് ഞാൻ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞ വാക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം ആ ഒരു വേർഡ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആവും, അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് അറിയില്ല എന്ന് കരുതിയിട്ടാണ് മിസ് അത് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞ വാക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, വില കൂടിയത്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ഒരു ടോയ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡ്രസ്സൊക്കെ വില കൂടിയതാണെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? മൈ ടോയ് ഈസ് വെരി എക്സ്പെൻസീവ്. ഓക്കെ, അല്ലെങ്കിൽ മൈ ഡ്രസ് ഇസ് വെരി എക്സ്പെൻസീവ്. ഓക്കെ, അപ്പോൾ വില കൂടിയ സാധനത്തിനാണ് നമ്മൾ എന്ത് പറയുക? എക്സ്പെൻസീവ്. ഓക്കെ, സോ നൗ വി ആർ മൂവിങ് ഓൺ ടു ദ ആൻസർ ദ ഫോളോയിങ്. First one, where does the rain fall?
Where does the rain fall? എവിടെയാണ് മഴ പെയ്യുന്നത്? Yes, the rain falls on fields and trees. Okay, the rain falls on fields and trees. Second one, what do people use when it rains? What do people use when it rains? അപ്പോൾ എന്താണ് മഴ പെയ്ത് നമ്മൾ യൂസ് ചെയ്യുക? ഇറ്റ്സ് വെരി ഈസി അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. പീപ്പിൾ യൂസ് അംബ്രല്ല വെൻ ഇറ്റ് റെയിൻസ്. പീപ്പിൾ യൂസ് അംബ്രല്ല വെൻ ഇറ്റ് റെയിൻസ്. ഓക്കെ, നൗ തേർഡ് വൺ, നെയിം സം ക്രിയേച്ചേഴ്സ് ലിവിങ് ഇൻ ദ വാട്ടർ. വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾ. ഇറ്റ്സ് വെരി ഈസി. ഫ്രോഗ്സ്, ക്രൊക്കഡൈൽ, ഫിഷ്, വെയിൽസ്, tortoise. Okay, so it's very easy portion alle. Poem, make sentences, answer the following. Apart from this, you should also study the rhyming words which is given in the page number 60. Okay, so from this portion, from this chapter of rain, you should study the 4 lines of the poem. Okay, and നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് 4 lines of the poem, then make meanings. No meanings, it's make sentences, answer the following, and the rhyming words which is given in the page number 60. So next you will have the unit test. Miss dateum എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള പോർഷൻസും മിസ് വാട്സാപ്പിൽ ഇടും കേട്ടോ. Okay, now we are moving on to the lesson from the unit 4. So from unit 4, the lesson is Storm in the Garden. The lesson name is Storm in the Garden. So you all please take your English note and get ready. So first I'll explain you the meanings. So what's the meaning? The first one, snail. What is a snail? Snail എന്ന് പറഞ്ഞാൽ എന്താണ്? Yes, it's a small animal with a round shell. അല്ലേ, അതൊരു ചെറിയൊരു അനിമലാണ് which have a shell, which have a protective shell. അല്ലേ, ഹാർഡ് പ്രൊട്ടക്റ്റീവ് ഷെല്ലുണ്ട് അതിന് അല്ലേ. സോ ദ സ്നെയിൽ is, the meaning of snail is a small animal with a round shell. And the second one, dark. What's mean by dark? ഇരുട്ട്. With little or no light. Okay, with little or no light. Now third one, storm. Storm. Yes, കൊടുങ്കാറ്റ് അല്ലേ. A violent weather with strong winds. Okay, what's mean by storm? A violent weather with strong winds. Okay, കൊടുങ്കാറ്റിനാണ് നമ്മൾ storm എന്ന് പറയാ. Now fourth one, lightning. Lightning, bright flash with thunder. നമ്മൾ മിന്ന് വരിക എന്നൊക്കെ പറയില്ലേ, അതിനാണ് നമ്മൾ ലൈറ്റ്നിങ് എന്ന് പറയാ. സോ ദ മീനിങ് ഓഫ് ലൈറ്റ്നിങ് ഈസ് ബ്രൈറ്റ് ഫ്ലാഷ് വിത്ത് തണ്ടർ. ഓക്കെ, സോ വാട്ട് ഈസ് മീൻ ബൈ തണ്ടർ? തണ്ടറിൻ്റെ മീനിങ് എന്താണ്? ക്രാഷിംഗ് നോയ്സ് ആഫ്റ്റർ ലൈറ്റ്നിങ്. ക്രാഷിംഗ് നോയ്സ് ആഫ്റ്റർ ലൈറ്റ്നിങ്. ക്രാഷിംഗ് നോയ്സ് ആഫ്റ്റർ ലൈറ്റ്നിങ്, അതായത് മിന്ന് വന്നതിന് ശേഷം വരുന്ന വലിയ, അതായത് നമ്മൾ ഇടിവെട്ട് എന്നൊക്കെ പറയില്ലേ, വലിയ ഒച്ചയോടുകൂടി വരുന്ന സൗണ്ടിനാണ് നമ്മൾ തണ്ടർ എന്ന് പറയുക. ഓക്കെ, സോ വൺസ് അഗൈൻ ഐ എം എക്സ്പ്ലെയിനിങ് യു വാട്ട് ഈസ് മീൻ ബൈ തണ്ടർ. ക്രാഷിംഗ് നോയ്സ് ആഫ്റ്റർ ലൈറ്റ്നിങ്. സോ ഈ ക്രാഷിംഗ്, ലൈറ്റ്നിങ് ഇതിൻ്റെ ഒക്കെ സ്പെല്ലിങ്സ് നന്നായി ബൈ ഹാർട്ട് ചെയ്യാം കേട്ടോ. So here ends our meanings. Next we are moving on to the make sentences. So sorry, there is no make sentences in this lesson. We have only answer the following. So what the first one? Who was Sunu Sunu? Who was Sunu Sunu? Tell me. നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ അറിയാം. യെസ്, സുനു സുനു വാസ് എ സ്നെയിൽ. സുനു സുനു വാസ് എ സ്നെയിൽ. Now second one, who was Sunu Sunu visiting? Who was Sunu Sunu visiting? Yes, Sunu Sunu was visiting his friends. So now third one, where were the ants hiding? Where were the ants hiding? Hiding എന്ന് പറഞ്ഞാൽ ഒളിച്ചിരിക്കുക. അപ്പോൾ എവിടെയാണ് ഹാൻഡ്സ് ഒളിച്ചിരുന്നതെന്ന് മിസ് പറഞ്ഞത് ലെസൺ എടുക്കുമ്പോൾ? യെസ്, the ants were hiding under a flower pot. So this is very easy. എവിടെയാണ് ഹൈഡ് ചെയ്തിരുന്നത്? അണ്ടർ എ ഫ്ലവർ പോട്ട്. ഓക്കെ, നൗ ഫോർത്ത് വൺ, ഡിഡ് സുനു സുനു ഗെറ്റ് വെറ്റ്? സുനു സുനു ഗെറ്റ് വെറ്റ്. വെറ്റ് എന്ന് പറയാം നനയ്യ. വെറ്റ് എന്ന് പറഞ്ഞാൽ നനയ്യ. സുനു സുനു നനഞ്ഞോ? വാട്ട്സ് ദ ആൻസർ? സുനു സുനു ഡിഡ് നോട്ട് ഗെറ്റ് വെറ്റ്.
സുനു സുനു ഡിഡ് നോട്ട് ഗെറ്റ് വെറ്റ്. നനഞ്ഞില്ല. വാട്ട്സ് ദ റീസൺ? എന്തുകൊണ്ടാണ് സുനു സുനു നനയാതിരുന്നത്? മിസ് ലെസണിൽ പറഞ്ഞിരുന്നു ഇറ്റ് ഹാസ് എ ഹാർഡ് പ്രൊട്ടക്റ്റീവ് കവർ ഉണ്ട് അല്ലേ, അതിൻ്റെ ഉള്ളിൽ പോയി ഒളിച്ചിരിക്കും. ഓക്കെ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ, മഴയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പെയ്താൽ ഇറ്റ് കവേഴ്സ് അണ്ടർ ദ ഇറ്റ്സ് ഹൈഡ് അണ്ടർ ദ ഷെൽ. ഓക്കെ, so I think the answer the following is clear. Next we are going to revise the grammar part from this lesson, which is given in the page number 66. So all of you please take page number 66 and get ready. So the first one is the cat is jumping dash the wall. മിസ് പറഞ്ഞു മുകളിലേക്ക് എന്തെങ്കിലും പോകണ്ടെങ്കിൽ മിസ് എന്ത് യൂസ് ചെയ്യുക പറഞ്ഞത്? ഓവർ. സോ ദ കാറ്റ് ഈസ് ജമ്പിങ് ഓവർ ദ വാൾ. ഓക്കെ, സെക്കൻഡ് വൺ ദ കാറ്റ് ഈസ് ഡാഷ് ദ ബോക്സ്. എന്തിനേലും ഉള്ളിലൊരു സാധനം ഇരിക്കണമെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഇൻ. സോ ദ സെക്കൻഡ് വൺ ഈസ് ദ കാറ്റ് ഈസ് ഇൻ ദ ബോക്സ്. നൗ തേർഡ് വൺ ദ കാറ്റ് ഈസ് ബിഹൈൻഡ് ദ ഡോർ. ബാക്കിലാണ് ഇരിക്കണതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രിപ്പോസിഷൻ വേർഡാണ് ബിഹൈൻഡ്. ഓക്കെ, സോ ദ തേർഡ് വൺ ഈസ് ദ കാറ്റ് ഈസ് ബിഹൈൻഡ് ദ ഡോർ. നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ ദ കാറ്റ് ഈസ് ഡാഷ് ദ സ്റ്റൂൾ. അടിയിലാണെങ്കിലോ? അണ്ടർ. എന്ത് യൂസ് ചെയ്യുക? പ്രിപ്പോസിഷൻ വേർഡ് എന്താണ്? അണ്ടർ. ദ കാറ്റ് ഈസ് അണ്ടർ ദ സ്റ്റൂൾ. നൗ ലാസ്റ്റ് വൺ ദ കാറ്റ് ഈസ് ഡാഷ് ദ സ്യൂട്ട് കേസ്. മുകളിൽ എന്തെങ്കിലും സാധനം ഒരു മുകളിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ വേർഡാണ് ഓൺ. സോ ദ കാറ്റ് ഈസ് ഓൺ ദ സ്യൂട്ട് കേസ്. മിസ് ആദ്യം പറഞ്ഞു പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ പൊസിഷൻ വേർഡ്സ്, എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റ് അത് ഇരിക്കുന്ന സ്ഥലം മെൻഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് പ്രിപ്പോസിഷൻ ഓർ പൊസിഷൻ വേർഡ്സ്. ഓക്കെ, സോ ഹിയർ we are explaining only the 5 preposition words which are on, over, under, in and behind. Okay, so if you have any doubt in this chapter you can ask me, and if you don't have any doubt and if you have completed the both note and text, please start studying this unit and get ready for the unit test. I'll be sending the dates. Okay, so thank you, see you soon. Once again I'm reminding you, please start studying the chapter unit 4. Okay.